അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ഒരു കല്ലറയെ ചൊല്ലി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഒരു നാട് മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ചാണ് കാത്തിരുന്നത്. കല്ലറ തുറന്നപ്പോൾ കണ്ട പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ആ അജ്ഞാത വസ്തു ആരുടേതെന്ന ചോദ്യം വലിയൊരു ഭീതിയായി നാടാകെ പടർന്നു. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു യുവാവിലേക്ക് വരെ ആ സംശയത്തിന്റെ മുന നീണ്ടു. ഒടുവിൽ കരിക്കോട്ടക്കരി പോലീസും ശാസ്ത്രീയ സംഘവും രംഗത്തിറങ്ങി ആ ദുരൂഹതയുടെ ചുരുളഴിച്ചിരിക്കുകയാണ്. വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരി പതിവ് പോലെ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനായി 38-ാം നമ്പർ കല്ലറ വെട്ടിപ്പൊളിച്ചപ്പോഴാണ് ആ കാഴ്ച കണ്ട് പള്ളി അധികൃതരും കല്ലറ വെട്ടുകാരും ഞെട്ടിയത്. രേഖകൾ പ്രകാരം 2 പേരുടെ മാത്രം മൃതദേഹം അടക്കം ചെയ്യേണ്ട ആ കല്ലറയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ മൂന്നാമതൊരു വസ്തു കൂടി കിടക്കുന്നു. പള്ളി രജിസ്റ്ററുകളിൽ എവിടെയും ഈ മൂന്നാമത്തെ സംസ്കാരത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കല്ലറയ്ക്കുള്ളിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വാണിയപ്പാറയെയും പരിസര പ്രദേശങ്ങളെയും ഭീതിയിലാഴ്ത്തി. ആരെയോ ക്രൂരമായി കൊലപ്പെടുത്തി കല്ലറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചതാണോ എന്ന തരത്തിൽ നാട്ടുകാർക്കിടയിൽ ചർച്ചകൾ കൊഴുത്തു. ഉടൻ തന്നെ കരിക്കോട്ടക്കരി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി കല്ലറ താൽക്കാലികമായി സീൽ ചെയ്തു. ഇതിനിടയിലാണ് കഥയിലേക്ക് പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മേഖലയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ വിലങ്ങാട് സ്വദേശി സിജോസ് കറിയ എന്ന യുവാവിന്റെ കുടുംബം ഈ വാർത്തയറിഞ്ഞ് രംഗത്തെത്തി. കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തിയത് സിജോയുടെ മൃതദേഹമാണോ എന്ന സംശയം അവർ ഉന്നയിച്ചതോടെ കേസിന് വലിയൊരു ക്രൈം ത്രില്ലറിന്റെ പശ്ചാത്തലമായി. അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് RDOയുടെ പ്രത്യേക അനുമതിയോടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെയും ശാസ്ത്രീയ വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ കല്ലറ തുറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു നാട് മുഴുവൻ കാത്തിരുന്ന ആ ദിവസത്തിൽ കല്ലറ വീണ്ടും തുറന്നു. പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ആ വസ്തു പുറത്തെടുക്കുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിൽ പോലീസിന് കൃത്യമായ ഉത്തരം ലഭിക്കുകയും ചെയ്തു. വാണിയപ്പാറയെ ഏതാനും ദിവസങ്ങളായി ഭീതിയിലാഴ്ത്തിയ സംഭവത്തിൽ ഒടുവിൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകളിലൂടെ ആ ദുരൂഹതയുടെ മുകളിൽ വീണ കരിനിഴൽ പൂർണ്ണമായും നീങ്ങിയിരിക്കുകയാണ്. അജ്ഞാത മൃതദേഹമല്ല, മറിച്ച് ഔദ്യോഗികമായി സംസ്കരിച്ച മൃതദേഹാവശിഷ്ടം തന്നെയാണ് ഇതെന്ന് ഉറപ്പായതോടെ വാണിയപ്പാറ സ്വദേശികളും കാണാതായ യുവാവിന്റെ കുടുംബവും ആശ്വാസത്തിലാണ്. 2015 നിയമപ്രകാരം പായിൽ പൊതിഞ്ഞ് സംസ്കരിച്ച പഴയ മൃതദേഹം തന്നെയാണ് ഇതെന്നും സ്ഥിരീകരിച്ചു. ഈ കല്ലറയിലെ 2 പേരെയാണ് നമ്മുടെ അടക്കിയിട്ടുണ്ടായിരുന്ന രജിസ്റ്റർ പ്രകാരം. ആ 2 പേരാണ് എന്നുള്ളത് ഞങ്ങൾ കൺഫേം ചെയ്തു. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കൺഫേം ചെയ്തു അത് തന്നെയാണെന്ന്. പോലീസുകാർ അതിന്റെ അടിയിലോട്ട് വീണ്ടും ഒരു മാന്തി നോക്കി, മൂന്നാമതൊരു സാന്നിധ്യം ഉണ്ടോ നോക്കി, മൂന്നാമതില്ല എന്നുള്ളത് കൺഫേം ചെയ്തു. ഞങ്ങൾ വളരെ ഹാപ്പി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ സാധാരണ രീതിയിൽ കാണാത്തൊരു അൺയൂഷ്വൽ വേയിലാണ് വേറൊരു ബോഡി കിടക്കുന്നത്. അങ്ങനെ ഒരിക്കലും കാണത്തില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് പരിഹരിക്കപ്പെട്ടു. ഇനി പായ സംബന്ധിച്ച് പായ സംബന്ധിച്ച് ഒന്നും നടത്താനില്ല. കാരണം അത് ആദ്യം മരിച്ചത് 95 വയസ്സുള്ള അമ്മയാണ്. അതായത് ആളൊരു ചെറിയ ആളാണ്. അപ്പോൾ അന്ന് അടക്കിയപ്പോഴത്തേനും കുറച്ച് ഹൈറ്റ് പെട്ടി കിട്ടാൻ വേണ്ടി പായ വല്ല ഉപയോഗിച്ചിട്ടുണ്ടാകാം, അന്നത്തെ സമയമല്ലേ. അതുകൊണ്ട് ആ ഒരു സംശയം ഞങ്ങൾക്കിപ്പോൾ ഇല്ല. ഓക്കെ ആയി. ഈ 2006 സംസ്കരിക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം 2015 സംസ്കരിക്കുമ്പോൾ അത് അറക്കപ്പൊടി ഇട്ട് അതിന്റെ മുകളിൽ തുണി വിരിച്ച് അതിന്റെ മുകളിലാണല്ലോ 2015 സംസ്കാരം നടത്തുക. പിന്നെ എങ്ങനെയാണ് ഇത് പൊന്തി വരാനുള്ള സാധ്യത? അതിന് മുകളിൽ അറക്കപ്പൊടി ഇട്ട് തുണിയിട്ട് സംസ്കാരം നടന്നു എന്നാണ് പറയുന്നത്. ഈ അവസാനം 2015 അടക്കിയ ആൾക്കാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അവരുടെ ചിന്തയാണ്. അവർ അവർ കണ്ട കാര്യം അവരങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടത്. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ചില കാരണങ്ങളാൽ ചില സാഹചര്യങ്ങൾ അന്നങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. അന്ന് അടക്കിയവർ ചിലപ്പോൾ അവരിൽ വന്ന ഒരു വീഴ്ചയായിരിക്കും. ചിലപ്പോൾ അന്ന് അടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ നിന്നവർ വന്നൊരു വീഴ്ചയായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ അടിയിലുണ്ടായിരുന്ന പെട്ടി പൂർണ്ണമായിട്ടും ക്രഷ് ചെയ്യാതെ അറക്കപ്പൊടി ഇട്ട് ജസ്റ്റ് അതേപോലെ ഒന്ന് ലെവലാക്കി അതിന് രണ്ടാമത് അടക്കാൻ വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ വെള്ളത്തുണി ഇട്ട് ലെവലായി കിടക്കുന്നു. പക്ഷെ അടിയത്തെ പെട്ടി ക്രഷായിട്ടുണ്ടാകത്തില്ലായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇപ്പം 2 ഒരേപോലെ കാണുന്നത്. എന്തായാലും അത് ഓക്കെ. മൂന്നാമത് ഒന്ന് അവിടെ ഇല്ല എന്നുള്ളത് കൺഫേം ആയതോടെ ഞങ്ങൾ ശാന്തമായി. ഇനി അവർ സയന്റിഫിക്കലി അവർ ബാക്കി പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് ലാബിലോട്ട് കൊണ്ടുപോകുമല്ലോ. അതോടുകൂടി അതിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ അത് തെളിയിക്കപ്പെട്ടു. സിജോയുടെ തിരോധാനോ എനിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞങ്ങൾക്ക് അത് പറയാനില്ല. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും. ഇടവൊക്കെ ഞങ്ങൾക്ക് അത് അന്വേഷണം വന്നു. താങ്ക് യു. കല്ലറയിൽ 2 മൃതദേഹങ്ങൾ മാത്രമാണ്, മൂന്നാമതൊരു മൃതദേഹം ഇല്ല എന്നും സ്ഥിരീകരിച്ചു. നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായിട്ട് സംശയിക്കാത്ത കാര്യങ്ങളില്ല
എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടക്കിയവരുടെ ബോഡി തന്നെയാണെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള നിഗമനം. എങ്കിൽ തന്നെ നമ്മൾ പിന്നെ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് DNA-ക്കായിട്ടുള്ള സാമ്പിളുകൾ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്നു ഇതിൽ ദുരൂഹയുടെ ആവശ്യമില്ല. ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അടക്കിയവരുടെ ബോഡി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ പായ അടക്കിയ കൂടെ വെച്ചിരുന്നൊരു പായ തന്നെയാണ്. അത് പിന്നീട് ഇപ്പോൾ കണ്ടപ്പോഴാണ് 6-ലെ അതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യം മറിയമ്മയുടെ കൂടെ അടക്കിയ പായയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതെ, അത് 2006 ശേഷമായിരിക്കില്ല 15 വെക്കുക. അപ്പോൾ താഴെ പോകാനല്ലേ സാധ്യത കൂടുതൽ? അത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പരിശോധിക്കട്ടെ. അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ നിങ്ങളിപ്പോൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ അറക്കപ്പൊടി ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് വെക്കുന്നത്. അപ്പോൾ കാലപ്പഴക്കത്തിൽ ട്വിസ്റ്റ് ചെയ്തതാണോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് പ്രാഥമികമായിട്ടൊന്ന് വിലയിരുത്തട്ടെ. ബാക്കി എക്സ്പെർട്സ് ഉൾപ്പെടെ എടുത്ത സാധനങ്ങളുമായിട്ടൊന്ന് അനലൈസ് ചെയ്യട്ടെ. പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്ത് സംശയങ്ങളൊന്നുമില്ല, ഇതിലൊരു ദുരൂഹത ഇല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഒരു പ്രഥമ ഒരു ഇൻക്വയറിയും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസിൽ 2015 ബന്ധുക്കൾ പറയുന്നത് അവർ ആചാരപ്രകാരം കൃത്യമായിട്ട് ഈ സംസ്കരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വശത്തായി മറ്റൊരു മൃതദേഹം കാണേണ്ട സാഹചര്യം വന്നില്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ ആ കാര്യങ്ങളാണ്. അക്കപ്പൊടി വെച്ചു, ഇപ്പോൾ ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ബോഡി അവരെയും കൂടെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അന്ന് വെച്ചിരുന്ന മറ്റേ നമ്മുടെ ഇതിൻ്റെ തുണികളും അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു സംശയമില്ലാത്തൊരു സാഹചര്യമുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചിട്ടുണ്ട്. തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇതിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ബന്ധപ്പെട്ട് പരാതി കുറ്റിയാടി പോലീസിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് പരിശോധന നമ്മളിപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ വെച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ബോഡി തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബാക്കി അവിടുത്തെ എൻക്വയറി നടക്കട്ടെ, അതിന്റെ ശേഷം ബാക്കി പറയാം. അല്ലായിരുന്നു, പായ നിവർത്തി തന്നെ ഒരു ബോഡിയുടെ താഴെ വെച്ചിരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, തുടർ പരിശോധന നടത്തും, അയക്കുന്നുണ്ട്. കൂടുതലായുള്ള കാര്യം പരിശോധിച്ചിട്ട് പറയാം. 2 ബോഡിയും കൃത്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി സ്ഥലങ്ങളും പരിശോധിച്ചു. മറ്റ് സംശയിക്കേണ്ട കാര്യങ്ങൾ ബന്ധുക്കൾ ഐഡന്റിഫൈ. ചിത്രം പുറത്തു കൊണ്ടതിന്റെ താഴെയായിരുന്നു അടുത്ത ബോഡി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ടായിരുന്നു, ഇത്രയും ഏകദേശം അടുത്തായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് എൻക്വയറി ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. ഇതോടെ ദിവസങ്ങൾ നീണ്ട വാണിയപ്പാറ കല്ലറ വിവാദത്തിന് ശുഭപര്യവസാനമായി.